അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസിലെ ഫാദിലുകൾക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിഷയം അഖീദയാണ്. നമ്മൾ അല്ലാഹു ഖാലിഖുന എന്നുള്ള പാഠമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈരുദ്ധ്യങ്ങളെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഒരു വസ്തുവിൽ നിന്ന് തന്നെ വ്യത്യസ്ത ജീവികളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ മുശ്രിക്കീങ്ങളായ ആളുകളോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ വിശദീകരിച്ചു. അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളിച്ചു പറയുന്നതായ സൃഷ്ടിപ്പിൻ്റെ വലിയ അത്ഭുതം നമ്മളതിലൊക്കെ കണ്ടു. ഇനി നമ്മൾ ഒരായത്ത് കൂടെ വിശദീകരിച്ച് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഒക്കെയുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബث ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർളി ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ് നമ്മൾ പാരായണം ചെയ്തത്. ശദ്ദുള്ള നൂന് മണിക്കണം, മദ്ദുള്ളത് നീട്ടണം തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനെ തജ്വീദിൻ്റെ വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പറയാം. ശേഷം എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി, അവിടെ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓതുമ്പോൾ ശദ്ദുള്ള നൂന് മണിക്കുക തന്നെ വേണം. നിശ്ചയം ഇന്ന നമ്മൾ പഠിച്ച ഒരു ഹർഫ് കൂടെയാണ് അല്ലേ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി, നിശ്ചയം ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഉണ്ട്. വൽ അർളി, ഭൂമിയുടെയും, അപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഉണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, ലൈല് എന്ന് പറഞ്ഞാൽ രാത്രി, നഹാർ എന്ന് പറഞ്ഞാൽ പകൽ, രാപ്പകലുകളുടെ വ്യത്യാസത്തിലും ഉണ്ട്. അപ്പോൾ രണ്ട് കാര്യം ഇപ്പോൾ പറഞ്ഞത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, രാപ്പകലുകളുടെ വ്യത്യാസത്തിലുമുണ്ട്. പിന്നെയോ വൽ ഫുൽകില്ലത്തി തജ്രി ഫിൽ ബഹരി, കടലിലൂടെ സഞ്ചരിക്കുന്നതായ കപ്പലിലും ഉണ്ട്. ബിമാ യൻഫഉൻ നാസ്, ആ കപ്പലിനൊന്ന് വിശദീകരിച്ചതാണ്. അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒന്നുകൊണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ഉണ്ട്. അപ്പോൾ മൂന്നെണ്ണമാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. നാലാമത്തത് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ, വമാ അൻസലല്ലാഹു, അള്ളാഹു ഇറക്കിയ ഒന്നിലുമുണ്ട്. എവിടെ നിന്ന്? മിനസ് സമായി, ആകാശത്തിൽ നിന്ന്. എന്താ ഇറക്കിയത്? മിൻ മാഇൻ, വെള്ളത്താൽ. അപ്പോൾ വെള്ളം അതിലുമുണ്ട്, മഴ ഉണ്ടല്ലോ. ഫഅഹ്യാ ബിഹിൽ അർള, ആ വെള്ളം കൊണ്ട് അള്ളാഹു ഭൂമിയെ ജീവിപ്പിച്ചു. ബഅദ മൗതിഹ,
ആ ഭൂമി മരിച്ചതിന് ശേഷം. ആ മരിച്ചതിന് ശേഷം എന്നുള്ളത് എന്താണ് എന്ന് ശേഷം വിശദീകരിക്കും. വബസ്സ ഫീഹ മിൻ കുല്ലി ദാബത്തിൻ, അതേപോലെ വബസ്സ ഫീഹ, ആ ഭൂമിയിൽ അല്ലാഹു പരത്തി, മിൻ കുല്ലി ദാബത്തിൻ, എല്ലാ ജീവികളിൽ നിന്നും. ദാബത്ത് അത് ശേഷം പറയും ദാബത്തിൻ്റെ എന്താണ് എന്നുള്ളത്, അത് നമുക്കവിടെ വിശദീകരിക്കാം. വ തസ്രീഫി റിയാഹി, കാറ്റുകളുടെ മാറിമറിയൽ അതിലും. വസ്സഹാബി, മേഘങ്ങളുടെയും എങ്ങനെ അൽ മുസഖരി ബൈനസ്സമാഇ വൽ അർളി, അത് ആകാശഭൂമികളുടെ ഇടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ അതിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അതിലൊക്കെ ഉണ്ട് എന്ന് പറയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ആകാശഭൂമികളിലുണ്ട്, രാപ്പകലുകളിലൂടെ മാറിമറിയലിലുണ്ട്, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒന്നുകൊണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലുണ്ട്, പിന്നെ ആകാശത്തിൽ നിന്ന് ഇറക്കിയ മഴയിലുണ്ട്, ആ മഴ കൊണ്ട് എന്ത് ചെയ്തു? നിർജീവമായതിനെ ജീവിപ്പിച്ചു. അതൊരു കാര്യം പറഞ്ഞതാണ്. പിന്നെ എന്താണ്? ഈ ഭൂമിയിൽ പരന്നു കിടക്കുന്ന മൃഗങ്ങളിലുണ്ട്. ദാബത്ത് തൽക്കാലം മൃഗം എന്നർത്ഥം വെക്കുക. പിന്നെ കാറ്റുകളുടെ മാറിമറിയലിലുണ്ട്. പിന്നെ മേഘം, ആകാശഭൂമികൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന മേഘങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാനില്ല. ആയാത്തിൻ, എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലി ഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന സമുദായത്തിന്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അർത്ഥം ഒന്ന് വിശദീകരിക്കുകയാണ്. ഇതേ പറഞ്ഞ തന്നെയാണ് വിശദീകരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ പ്രയാസം ഉണ്ടാവില്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി, താഴെ നോക്ക്. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി, നിശ്ചയം ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലുണ്ട്. ബിർത്തിഫായിഹ, അതിൻ്റെ സൃഷ്ടിപ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഉയർത്തൽ കൊണ്ട്, അത് മുകളിലാണല്ലോ, ആകാശം മുകളിലല്ലേ, അതിനെ ഉയർത്തിയതിലുണ്ട്. ഒത്തിസായിഹ, അതിൻ്റെ വിശാലതയിലും ഉണ്ട്. മനസ്സിലായല്ലോ? ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഉയർത്തിയത് കൊണ്ടും അതിൻ്റെ വിശാലതയിലും ഉണ്ട്. വൽ അർളി, ഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ ബിജിബാലിഹ വ സുഹൂലിഹ വ ബിഹാരിഹ, ബിജിബാലിഹ അതിലുള്ള മലകളെ കൊണ്ട് ഉണ്ട്, വ സുഹൂലിഹ അതിലുള്ള താഴ്വരകളെ കൊണ്ട്, വ ബിഹാരിഹ അതിലെ കടലുകളെ കൊണ്ടുമുണ്ട്. അപ്പോൾ ആകാശത്തിലുള്ള സൃഷ്ടിപ്പിലുള്ളത് അത് ഉയർത്തി, അത് വിശാലമാണ്. ഭൂമിയിലുള്ള സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ മലകളുണ്ട്, താഴ്വരകളുണ്ട്, കടലുകളുണ്ട്. അതന്നെ. വഫീ ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകൾ മാറി മറിയുന്നതിലുണ്ട്. എന്തായി രാപ്പകലുകൾ? രാവും പകലുവേ, രാത്രിയും പകലും മാറി മറിഞ്ഞു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പകലാണ്, കുറച്ച് കഴിഞ്ഞാൽ രാത്രിയാവും, അത് മാറി മാറി വരുമല്ലോ, അതിലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തൂലിവൽ ഖിസരി, നീളമാകലും കുറയലും. തൂല് എന്ന് പറഞ്ഞാൽ നീളമാവുക, ഖിസർ എന്ന് പറഞ്ഞാൽ കുറയുക. അപ്പോൾ ചിലപ്പോൾ രാത്രി കൂടുതൽ കിട്ടും, പകൽ കുറവേ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് പകൽ എന്താണ്? കുറവാണ്, രാത്രി കൂടുതലുമാണ് അല്ലേ? ഇപ്പോൾ നമുക്ക് പകൽ 11 മണിക്കൂർ കിട്ടുന്നുള്ളൂ, 13 മണിക്കൂറും രാത്രിയാണ്. അത് നോക്കിയാൽ കിട്ടും. 5 മണിക്കാണ് സുബഹി ബാങ്ക്, 6 മണിക്ക് മഗ്‌രിബ് ബാങ്കും. അപ്പോൾ എത്ര മണിക്കൂറാണ് കിട്ടുക? 11 മണിക്കൂർ. രാത്രി എത്ര ഉണ്ട്? 6 to 5 എന്ന് പറഞ്ഞാൽ എത്ര? രാത്രി 13 മണിക്കൂർ കിട്ടൂലേ? കിട്ടുവൈക്കാരം, അത് കൂട്ടിയോ കൂട്. പിന്നെ അപ്പോൾ അങ്ങനെ തൂലി വൽ ഖിസരി വൽലുൽമത്തി വന്നൂരി, ഇരുട്ടിലും പ്രകാശത്തിലുമുണ്ട്. വ താഖുബിഹിമ, അത് രണ്ടും പെട്ടെന്നാവൽ, ഇരുട്ടും പ്രകാശവും പെട്ടെന്നാവലിലുമുണ്ട്. ഇരുട്ടും പ്രകാശവും പെട്ടെന്നാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5:59 ആകുമ്പോൾ പകലാണ്, 6 മണിയാകുമ്പോൾ, ഉദാഹരണത്തിന് പറയുകയാണ് 6 മണിക്കാണ് മഗ്‌രിബ് ബാങ്കെങ്കിൽ 6 മണിക്ക് രാത്രിയായി. അപ്പോൾ ആ പകൽ, ഇപ്പോൾ പകൽ, കുറച്ച് കഴിഞ്ഞാൽ രാത്രി. അപ്പോൾ പെട്ടെന്ന് മാറി മറിയാണ്, അതിലും ഉണ്ട്. അതാണ് പറയുന്നത് ബിഅൻ യഖ്ലുഫ കുല്ലും മിൻഹുമ അൽ ആഖർ, ഈ രണ്ടിൽ നിന്നും, ഈ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിൽ നിന്നും ഓരോന്നും മറ്റൊന്നായി വൈരുദ്ധ്യമാവൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ പകൽ. ഇപ്പോൾ അതേപോലെ തന്നെ കുറച്ചിപ്പോൾ രാത്രിയായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ പകലായി. അപ്പോൾ ആ ഒരു ഉണ്ടല്ലോ, അതിലുണ്ട്. വഫി സുഫുനിൽ ജാരിയത്തി, ഒഴുകുന്ന കപ്പലിലുമുണ്ട്. ഫിൽ ബഹാരി, എവിടെ? കടലിലൂടെ.
അല്ലത്തി എങ്ങനത്തെ കപ്പലാണ് തഹ്മിലു അത് ചുമന്നു കൊണ്ടുപോകുന്നു മാ യൻഫഉന്നാസ് ജനങ്ങൾക്ക് ഉപകാരമുള്ളത്. വമാ അൻസൽ അള്ളാഹു ഇറക്കിയതിലുമുണ്ട് മിനസ്സമായി ആകാശത്തിൽ നിന്ന് ഇറക്കിയതിലുമുണ്ട്. അതെന്താണ്? മിൻ മാ ഇൽ മത്വരി, മത്വർ എന്ന് പറഞ്ഞാൽ മഴയുടെ വെള്ളത്തിൽ നിന്ന് ഇറക്കിയതിലുമുണ്ട്. അഹ്യാ ബിഹി ആ ഇറക്കിയത് കൊണ്ട്, ആ മഴ കൊണ്ട് ജീവിപ്പിച്ചു അൽ അർള ഭൂമിയെ. അപ്പോൾ നോക്ക് ഫസ്വാറത്ത്, അപ്പോൾ എന്തായി? അങ്ങ് ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഫസ്വാറത്ത്, അപ്പോൾ ആ ഭൂമിയായി മുഖ്ലറത്തൻ പച്ച പിടിച്ചതായി. എങ്ങനെ പച്ച പിടിച്ചത്? ദാത്ത ബഹ്ജത്തിൻ മനോഹരമായി പച്ച പിടിച്ചതായി ആ ഭൂമി മാറി. എങ്ങനെ, എന്തിനു ശേഷമാണ് അത് പച്ച പിടിച്ചതായി മാറിയത്? ബഅദ അൻ കാനത്ത് യാബിസത്തൻ, അത് ഉണങ്ങിയതായതിനു ശേഷം. ലാ നബാത്ത ഫിഹ, ഉണങ്ങിയതായത് എന്ന് പറഞ്ഞാൽ അതിൽ ചെടികളൊന്നുമില്ലാത്ത ഭൂമിയിൽ അള്ളാഹു മഴ ഇറക്കിയിട്ട് അതെന്താക്കി? പച്ച പിടിച്ച് നല്ല മനോഹരമാക്കി അല്ലേ? അപ്പോൾ അത് മനസ്സിലായല്ലോ. വമാ നശറഹുല്ലാഹു, അതിനെ ആ ഭൂമിയെ എന്തായി? പരത്തിയ ഒന്നും, അള്ളാഹു പരത്തിയ ഒന്നും, ഫിഹ അതിലുള്ളതിനെ, മിൻകുല്ലി എല്ലാ ഓരോന്നിൽ നിന്നും, മാ ദബ്ബ ഇഴയുന്നത്, ദാബത്ത് എന്ന് പറഞ്ഞാൽ ഇഴയുന്നത്, ഇഴജന്തുക്കൾ, അലാ വജിഹിൽ അർളി ഭൂമിയുടെ മുഖത്തിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിലൂടെ ഇഴയുന്നതിനെ പരത്തിയ അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിനെ ഈ ഭൂമിയിലൂടെ മൊത്തം വ്യാപിപ്പിച്ചിട്ടുണ്ട് അല്ലേ? വമാ ഒന്നും അൻഅമബിഹി ആ ഒന്നുകൊണ്ട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു അലൈക്കും നിങ്ങളുടെ മേൽ. അതെന്താണ്? മിൻ തഖ്ലീബി റിയാഹി കാറ്റ് മാറി മറിഞ്ഞു വരിക. കാറ്റ് മാറി മറിയുക എന്ന് പറഞ്ഞാൽ ആ അടുത്തും കൂടി പറയുമ്പോൾ ശരിയായിക്കോളും. വ തൗജീഹിഹ അതിനെ ഭാഗം തിരിക്കലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വടക്ക് ഭാഗത്തു നിന്നുള്ള കാറ്റ് അത് കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കൊക്കെ കാറ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗം തിരിച്ചു വിടുന്നുണ്ട് ഇല്ലേ? അല്ലാതെ ഒരേ ഭാഗത്തേക്ക് തന്നെ കാറ്റടിച്ച് കഴിഞ്ഞാൽ എന്തായി? ആകെ പ്രശ്നമാണ്, അത് ഭൂമിയുടെ നിലനിൽപ്പിന് പ്രശ്നമാണ്. അപ്പോൾ അതിനെയൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. കാറ്റുകൾ മാറി മറിഞ്ഞു വരുന്നുണ്ട്, അത് കൂടേണ്ട സമയത്ത് കൂടുന്നുണ്ട്, കുറയേണ്ട സമയത്ത് കുറയുന്നുണ്ട്, അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭൂമിയുടെ സൃഷ്ടിപ്പാണ്, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിലുള്ള സൃഷ്ടിപ്പുകളാണ്. വസ്സഹാബി മേഘവും അൽ മുസയ്യരി സഞ്ചരിക്കുന്ന ബൈനസ്സമായി വല്ലർദി ആകാശഭൂമികൾക്കിടയിലൂടെ മേഘം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെയുണ്ട് ഇന്ന ഫീ കുല്ലിമാതുക്കിറ പറയപ്പെട്ട എല്ലാത്തിലും ഉണ്ട്, നിശ്ചയം എല്ലാത്തിലും ഉണ്ട്. ഇല്ല ആയാത്തിൻ ദൃഷ്ടാന്തമുണ്ട് എന്തിൻ്റെ മേൽ? അല വഹദാനിയത്തില്ലാഹി അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ മേൽ, അലീമി ഖുദ്റത്തിഹി അവൻ്റെ അലീമു ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ കഴിവിൻ്റെ മഹത്വം കൊണ്ട്, ജലീലി നിഅമിഹി അവൻ്റെ മഹത്വമായ, ജലീൽ എന്ന് പറഞ്ഞാൽ മഹത്വം, അനുഗ്രഹത്തിൻ്റെ മേലിലും ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലിഖൗമി യഅഖിലൂൻ ചിന്തിക്കുന്ന സമുദായത്തിന്. ഞാൻ ഈ പേജ് മറിക്കാൻ മറന്നുപോയതാണ്, ഞാൻ കിതാബിൽ നോക്കിയിട്ടാണ് ഞാൻ പാഠാർത്ഥം വെക്കുന്നത്. അപ്പോൾ ഈ പേജ് മറിക്കാൻ മറന്നുപോയതാണ്, അവസാനത്തെപ്പോഴാണ് ഞാൻ സ്ക്രീനിലേക്ക് നോക്കിയത്. അപ്പോൾ ഞാൻ കിതാബിൽ നോക്കി അർത്ഥം വെക്കുന്നതായതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം സംഭവിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ലത് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.